ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നിഷ്കളങ്കമായ പ്രാർത്ഥനയുടെ മുൻപിൽ കർത്താവ് ഇടപെടുന്നു. ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയും നിങ്ങളുടെ ഇപ്പോഴത്തെ ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങളെ അലട്ടുന്ന രോഗപീഠകൾ, നിങ്ങളെ അലട്ടുന്ന കുടുംബ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവേ എന്നോട് കരുണയായിരിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ കിടന്നുറങ്ങാൻ മുൻപ് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുകയും അവിടുത്തെ സ്നേഹവും കടാക്ഷവും കൃപയും നമുക്ക് സ്വീകരിച്ച് നല്ല ഒരു ഉറക്കത്തിനു വേണ്ടി ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം. പ്രത്യേകമായി വിദേശങ്ങളിലായിരിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് യുദ്ധത്തിൻ്റെ ഭീഷണിയിൽ കഴിയുന്നവർക്ക്, പുറത്തേക്ക് വരാൻ പോലും സാധിക്കാത്തവർക്ക്, എല്ലാം കൊണ്ടും വീട്ടുതടങ്കലിൽ മറ്റ് സ്ഥലങ്ങളിൽ ആയിരിക്കുന്നവർക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ കൂടി ദൈവം അവിടുത്തെ ശക്തിയുള്ള കരങ്ങൾ നീട്ടി അവരെ രക്ഷിക്കുന്നതിന് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ എല്ലാ ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും കർത്താവ് നമ്മെ കാത്തുകൊള്ളുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയം തുറന്ന് എല്ലാ ആവശ്യങ്ങളെയും, നിങ്ങൾക്ക് ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നല്ല ഒരു ഉറക്കത്തിനു വേണ്ടി ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 26 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, എനിക്ക് ന്യായം സ്ഥാപിച്ചു തരണമേ. എന്തെന്നാൽ ഞാൻ നിഷ്കളങ്കനായി ജീവിച്ചു, ചാഞ്ചല്യമില്ലാതെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു. കർത്താവേ, എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക. എൻ്റെ ഹൃദയവും മനസ്സും ഉരച്ചു നോക്കുക. അങ്ങയുടെ കാരുണ്യം എൻ്റെ കൺമുൻപിലുണ്ട്. അങ്ങയുടെ സത്യത്തിൽ ഞാൻ വ്യാപരിച്ചു. കപടഹൃദയരോട് ഞാൻ സഹവസിച്ചിട്ടില്ല, വഞ്ചകരോട് ഞാൻ കൂട്ടുകൂടിയിട്ടില്ല. ദുഷ്കർമ്മികളുടെ സമ്പർക്കം ഞാൻ വെറുക്കുന്നു, നീചന്മാരോട് കൂടെ ഞാൻ ഇരിക്കുകയില്ല. കർത്താവേ, നിഷ്കളങ്കതയിൽ ഞാൻ എൻ്റെ കൈ കഴുകുന്നു. ഞാൻ അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുന്നു. ഞാൻ ഉച്ചത്തിൽ കൃതജ്ഞതാ സ്തോത്രം ആലപിക്കുന്നു. അവിടുത്തെ അത്ഭുതകരമായ സകല പ്രവർത്തികളെയും ഞാൻ പ്രഘോഷിക്കുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അനന്ത സ്നേഹത്തിൻ്റെ ഉടയവനായ ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ അനന്ത സ്നേഹത്താൽ, സമാധാനത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ ദുഃഖവും ഭയവും നിരാശയും മാറ്റി ഈ രാത്രിയിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പൊരുതുന്നുണ്ട്. എൻ്റെ കർത്താവ് എന്നോടൊപ്പം നിൽക്കും. എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ട്. ഞാൻ ഒരിക്കലും ഒറ്റപ്പെട്ടു പോവുകയില്ല. ആരൊക്കെ എന്നെ തകർക്കാനോ തളർത്താനോ ശ്രമിച്ചാലും എൻ്റെ ദൈവത്തിൻ്റെ കരം ഞാൻ പിടിച്ചിരിക്കുന്നു. അതിനാൽ തന്നെ ഒരിക്കലും ഞാൻ തളരുകയില്ല, തകരുകയില്ല. ഞാൻ ഓരോ ദിവസവും ദൈവത്തിൻ്റെ ശക്തിയാലെ പടുത്തുയർക്കപ്പെടും എന്ന വിശ്വാസത്തോടെ ദൈവമേ, നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടന്നു വരുന്നു. എന്തെന്നാൽ നീ ഞങ്ങളെ മനസ്സിലാക്കുന്നു, നീ ഞങ്ങളായിരിക്കുന്ന അവസ്ഥയെ നീ അറിയുന്നു. എന്നിട്ടും കർത്താവേ, നിൻ്റെ അനന്തമായ സ്നേഹം ഞങ്ങളെ വിട്ടുപിരിയുന്നില്ല. ഈ രാത്രിയിൽ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നോളം നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നീ ഞങ്ങൾക്കും ഞങ്ങളിലൂടെയും ചെയ്ത വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അനേകർക്ക് ഞങ്ങളുടെ ശുശ്രൂഷ ഒരാശ്വാസമായി എത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയിൽ കൂടി നീ വലിയ അനുഗ്രഹങ്ങളെ ചൊരിയുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം എപ്പോഴും ഉള്ളതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആശുപത്രിയിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വെന്റിലേറ്ററിലും ICUയിലുമായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ
നിരാശയിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിതം ഇനി എന്ത് ചെയ്യും എന്നറിയാൻ വയ്യാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ബലഹീനാവസ്ഥയിൽ, ഞങ്ങളുടെ തകർന്ന അവസ്ഥയിൽ ആരും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ ദൈവമേ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. ഈ രാത്രിയിൽ നിൻ്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നിൻ്റെ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നിൻ്റെ സന്തോഷം കൊണ്ട് ഞങ്ങളെ നിറച്ച് ഈ പ്രാർത്ഥനയിലൂടെ നിൻ്റെ അനുഗ്രഹങ്ങൾ ഓരോന്നും ഞങ്ങളിലേക്ക് വർഷിക്കണമേ. സമാധാനത്തോടെ ഈ രാത്രിയിൽ കിടന്നുറങ്ങാൻ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും എല്ലാ നിയോഗങ്ങളെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയ്ക്ക് എല്ലാം സാധ്യമാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും മറന്ന്, ദുഃഖവും നിരാശയും മറന്ന്, വേദന മറന്ന്, അസ്വസ്ഥത മറന്ന് നല്ല ഒരു ഉറക്കം നൽകി അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.